സമയത്ത് പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. CPM ബോധപൂർവം പറഞ്ഞതാണ്. ഭൂരിപക്ഷ വോട്ടുകൾ ഏകീകരിക്കാൻ വേണ്ടി CPM നടത്തിയിരിക്കുന്ന ശ്രമങ്ങൾ, ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, അതാണ് തലക്കം കുറഞ്ഞത്. എന്നാൽ രണ്ടാമത്തെ അവലോകനം എന്താണെന്ന് ചോദിച്ചാൽ, ജമാഅത്തെ ഇസ്ലാമിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രമേയം എന്താണ് എന്ന് വെച്ചാൽ, ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. പിന്നെ എന്ത് വികാരം ഉണ്ടായതെന്ന് എനിക്കത്ര ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഈ 2006 CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ത്യാഗം സഹിച്ച ഒരു മതസംഘടന വേറെ ഉണ്ടാവുകയില്ല, അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ സംഘടന വേറെ ഉണ്ടാവുകയില്ല. വളരെയേറെ ത്യാഗം സഹിച്ചു. 2006 തെരഞ്ഞെടുപ്പിൽ 50 പൊതുയോഗങ്ങളാണ് കേരളത്തിലുടനീളം ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിനു വേണ്ടി സംഘടിപ്പിച്ചത്. ഇടതുപക്ഷത്തോട് പണം വാങ്ങിയിട്ടല്ല, സ്വന്തം പണം ചെലവഴിച്ചുകൊണ്ട് സമ്മേളനം നടത്തുകയും സ്കോഡ് നടത്തുകയും പ്രവർത്തനം നടത്തുകയും ചെയ്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ കൊണ്ടുവന്നു ജമാഅത്തെ ഇസ്ലാമി. വലിയ പങ്ക് വഹിച്ചു. എന്നിട്ട് അധികാരത്തിലെത്തിയിട്ട് ആദ്യത്തെ അടി കിട്ടിയത് എങ്ങനെയാന്ന് വെച്ചാൽ ഇറാഖ് സെന്ററിന്റെ റെയ്ഡാണ്. CPM ഗവൺമെന്റ് വന്നിട്ട് 4ാമത്തെ മാസം തന്നെ എന്തിനാ റെയ്ഡ് എന്നറിയോ? ആ ഇറാഖ് സെന്ററിലെ ലൈബ്രറിയിൽ നിന്നിട്ടൊരു പുസ്തകം പിടിക്കപ്പെട്ടൊരു പ്രതിയുടെ കയ്യിൽ കണ്ടപ്പോ അത് ഈ ലൈബ്രറിയുടെ സീലാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഒരു ദിവസം മുഴുവനുമുള്ള ഒരു വലിയ പ്രചാരണമുള്ള ഒരു റെയ്ഡ് നടന്നത്. രണ്ടാമത്തേത് കിനാലൂർ, നമുക്കറിയാമല്ലോ. കിനാലൂർ സമരത്തിൽ ആ നാട്ടുകാരോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച സോളിഡാരിറ്റിയെയും ജമാഅത്ത് പ്രവർത്തകന്മാരെയും ക്രൂരമായി മർദ്ദിക്കുകയും ജയിലിലടക്കുകയും വളരെ മോശമായി പെരുമാറുകയും ചെയ്തു ശ്രീ എളമരം കരീമിന്റെ നേതൃത്വത്തിൽ. അതേ എളമരം കരീമിന് വോട്ട് ചെയ്യുകയാണ് ജമാഅത്തെ ഇസ്ലാമി. നമ്മൾ ആലോചിച്ച് നോക്കണം. ജമാഅത്തെ ഇസ്ലാമിയുടെ ആകെ കരീം പറഞ്ഞതാണ്. ആ കരീമിന് 19,000 വോട്ടിന്റെ ഭൂരിപക്ഷം 2006 ഉണ്ടായിരുന്ന കരീമിന് 5,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ബേപ്പൂരിൽ ഉണ്ടായത്. ആ 5,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മർദ്ദകനായ ഭരണാധികാരിയായ മർദ്ദകനായ മന്ത്രിയെ മർദ്ദിതന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് സഹായിക്കുന്നതിന് പകരം ആ മർദ്ദകനായ മന്ത്രിക്ക് വോട്ട് ചെയ്തുകൊണ്ട് കേരളത്തിൽ വിചിത്രകരമായ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു ജമാഅത്തെ ഇസ്ലാമി. അങ്ങനെ കിനാലൂർ നമുക്കറിയാം. ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ അവർ നടത്തിക്കൊണ്ട് പ്രചാരണങ്ങൾ എനിക്കറിയാം. പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി വീണ്ടും ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുത്തത്? നമുക്ക് മനസ്സിലാകാത്ത കാര്യം, സംഘടനയോട് ഇത്രയേറെ പ്രതികാരം ചെയ്തൊരു പാർട്ടിയെ അവർ പിന്തുണച്ചു. അപ്പൊ അവര് പറയുന്നത്, ഞങ്ങളോട് ചെയ്യുന്നത് നോക്കാറില്ല, ജനങ്ങളോട് എന്താ ചെയ്യുന്നതെന്ന് നോക്കാറുള്ളൂ. ഞാൻ ചോദിക്കുമെങ്കിൽ 977 ആദ്യമായി ജമാഅത്തെ ഇസ്ലാമി വോട്ട് തന്നെ രേഖപ്പെടുത്തിയത്. അതെന്തിനു വേണ്ടിയായിരുന്നു? അടിയന്തരാവസ്ഥയിൽ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചപ്പോ ആ നിരോധനത്തിൽ നിന്ന് രക്ഷപ്പെടാനും മറികടക്കാനും വേണ്ടി അന്നത്തെ ജനസംഘം ഉൾപ്പെടെയുള്ള ജനതാ പാർട്ടിക്ക് വേണ്ടി വോട്ട് പിടിക്കുകയും പ്രചാരണം നടത്തുകയും ചെയ്തത് തങ്ങളോട് തെറ്റ് ചെയ്തവരോടുള്ള പ്രതികാരമല്ലേ അത്? എന്തേ നിങ്ങൾ എളമരം കരീമിന് വോട്ട് ചെയ്യാമെങ്കിൽ, പിണറായി വിജയന്റെ പാർട്ടിയെ പിന്തുണക്കാമെങ്കിൽ KM ഷാജിയോടും മുനീറിനോടും എന്തേ ഇത്ര പ്രയാസം? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാർട്ടിയോട് ചെയ്യുന്നവരോട് പ്രതികാരം ചെയ്യുമെങ്കിലും ഇടതുപക്ഷത്തോട് ചെയ്യുന്നില്ല. ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഭരണത്തിൽ വളരെ വലിയ സംഗതികൾ ഉണ്ടായി എന്ന് ജമാഅത്തെ ഇസ്ലാമി പറയാൻ. പാലോളി കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കി. നമ്മളാരും കണ്ടിട്ടില്ല എന്താ നടപ്പിലാക്കിയെന്ന്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി പാലോളി കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് എന്തേ ചെയ്തത് വിശദീകരിക്കാൻ പറ്റുമോ? ഈ തെരഞ്ഞെടുപ്പിൽ പാലോളി കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് CPM സംസാരിച്ചിട്ടുണ്ടോ? പാലോളി കമ്മിറ്റി റിപ്പോർട്ട് തട്ടിപ്പായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ആകെ ഉണ്ടാക്കിയത് മദ്രസാധ്യാപകന്മാർക്കൊരു ക്ഷേമനിധിയാണ്.
അധ്യാപകന്മാർ പറഞ്ഞു ഞങ്ങൾക്കത് വേണ്ട. കാരണം പലിശ വാങ്ങരുത്, പലിശ കൊടുക്കരുത്, സാക്ഷി നിൽക്കരുത്, എഴുത്തിന്റെ പണി സർക്കാർ ജോലി ചെയ്യരുത് എന്ന് പറഞ്ഞ ആ ഒരു പലിശ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ക്ഷേമനിധി ഞങ്ങൾക്ക് വേണ്ട എന്നാണ് മദ്രസാധ്യാപകന്മാർ പറഞ്ഞത്. അതല്ലേ പാലോളി കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കിയ കാര്യം. വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ ഇടതുപക്ഷത്തിൻ്റെത് എന്തായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. 5 വർഷം പൊതുവിദ്യാഭ്യാസത്തിന്റെ സംരക്ഷണത്തിന്റെ പേര് പറഞ്ഞ് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഞെക്കിക്കൊള്ളുന്ന സമീപനമല്ലേ CPM സ്വീകരിച്ചത്? ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ന്യൂനപക്ഷ സംഘടനകൾ എത്ര യോഗം കൂടി, സംയുക്ത സമരസമിതി കൂടി, ഇതിന്റെ എല്ലാവരും ആക്ഷേപിച്ചില്ലേ? അപ്പൊ ഇടതുപക്ഷ വിദ്യാഭ്യാസത്തിലൂടെ സമുദായത്തോട് എന്താ ചെയ്തത്? സമുദായത്തോടും സമൂഹത്തോടും ജമാഅത്തെ ഇസ്ലാമിയോടും ഒക്കെ വളരെ മോശമായ സമീപനം സ്വീകരിച്ച CPM-ന് പിന്നെയും എന്തേ ജമാഅത്തെ ഇസ്ലാമി പിന്തുണ കൊടുത്തത് എന്ന് ഞാൻ ഏറെ നേരം ചിന്തിച്ചിട്ട് എനിക്ക് കിട്ടിയ ഉത്തരം എന്താ വെച്ചാൽ ഒരു ഉത്തരം തന്നെയാണ്. മുസ്ലിം ലീഗ് CPM-നോട് വല്ലാതെ ഉണ്ടായതുകൊണ്ടല്ല, മനുഷ്യ നിർമ്മിത പ്രത്യയശാസ്ത്രങ്ങളായ കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും നശിച്ചു പോകാനുള്ളതാണ്. ദൈവീക ദർശനത്തിന് മാത്രമേ മാനവ സമൂഹത്തെ നയിക്കാൻ പറ്റൂ എന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചോർത്ത് വെച്ചുകൊണ്ട് അവരെന്തിനാ പ്രോത്സാഹിപ്പിക്കുന്നത്? എന്താണ് അവരിവിടെ ചെയ്യുന്നത്? അങ്ങനെ മുസ്ലിം ന്യൂനപക്ഷത്തോട് പ്രേമമുണ്ടെങ്കിൽ എന്തേ ബംഗാളിൽ കാണാതെ പോയത്? അവിടെ പാലോളി കമ്മിറ്റിയുമില്ല, അവിടെ മറ്റൊന്നുമില്ല. ബംഗാളിലെ ന്യൂനപക്ഷത്തെ കുറിച്ച് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. അത്രയേറെ പ്രയാസം അനുഭവിക്കുന്ന ഒരു ജനത ഇന്ത്യ രാജ്യത്തില്ല എന്നാണ് സച്ചാർ കമ്മീഷനിലുള്ളത്. ചാലകളിലും ചേരികളിലും പുഴുക്കളെ പോലെ വെള്ളമില്ലാതെ, വെളിച്ചമില്ലാതെ, വിദ്യാഭ്യാസമില്ലാതെ, യാതൊന്നുമില്ലാത്തൊരു ജനത ബംഗാളിൽ ജീവിക്കുമ്പോ CPM-ന്റെ കണ്ണിന്റെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ ഭാഗത്തേക്ക് തിരിയാത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വിഷയമല്ല. ജമാഅത്തെ ഇസ്ലാമി കഴിഞ്ഞ 5 വർഷത്തെ CPM-ന്റെ ഭരണം സത്യസന്ധമായി വിലയിരുത്തിയിട്ടാണ് പിന്തുണ കൊടുത്തതെങ്കിൽ ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമി ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം ഇവിടെ ഉണ്ടാകണമെങ്കിൽ മുസ്ലിം ലീഗ് ദുർബലപ്പെടണം. മുസ്ലിം ലീഗ് ദുർബലപ്പെടണം. ജമാഅത്തെ ഇസ്ലാമിയോട് നാളിതുവരെ മുസ്ലിം ലീഗ് സ്വീകരിച്ച നിലപാട് വളരെ വിശാലമായ യോഗത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ വിളിക്കാതിരുന്നിട്ടുണ്ടോ? ഈ കോട്ടക്കൽ പ്രവേശത്തിന് ശേഷമല്ലാതെ എല്ലാ യോഗങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി പങ്കെടുത്ത ആളാണ്. ഒരാളും പറഞ്ഞിട്ടില്ല അല്ല നിങ്ങളെല്ലാം കൂടി ജയിപ്പിച്ച മന്ത്രിയല്ലേ ഇത്, ഇയാളല്ലേ ചെയ്യുന്നത് എന്നൊരു പരിഹാസവാക്ക് പോലും ആ യോഗത്തിൽ ആരും ഉന്നയിച്ചിട്ടില്ല. അവ എല്ലാ വേദികളിലും എല്ലാ കൂട്ടായ്മകളിലും ജമാഅത്തെ ഇസ്ലാമി